അലൈക്കും. അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, സ്നേഹം നിറഞ്ഞ സുഹൃത്തുക്കളെ, രക്ഷിതാക്കളെ, നമുക്കറിയാം അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകന്മാരിൽ വെച്ച് ഏറ്റവും അവസാനത്തെ കണ്ണിയാണ്. കല്ലിനെയും പെണ്ണിനെയും യുദ്ധത്തെയും മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു ജാഹിലിയായ കാലഘട്ടത്തിലേക്കായിരുന്നു പുന്നാര നബിയെ അള്ളാഹു നിയോഗിച്ചത്. അന്ധകാരം നിറഞ്ഞ ഒരു വെളിച്ചവും കൊടുക്കാത്ത ഇരുൾ മൂടിയ കാലഘട്ടത്തിലേക്കായിരുന്നു നബി ഭൂജാതനായത്. ജനിച്ചു വീഴുന്ന പെൺകുഞ്ഞിനെ ജീവനോട് കൂടി കുഴിച്ചു മൂടുന്ന ഒരു ഉമ്മത്തിലേക്കായിരുന്നു നബി വന്നത്. ആ ഉമ്മത്തിനെ വെളിച്ചത്തിന്റെയും ആത്മീയയുടെയും വഴിയിലേക്ക് കൈപിടിച്ചു കരകയറ്റിയ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോഴും ഈ ഉമ്മത്തിന്റെ രക്ഷകനാണ്. നബി നമ്മുടെ മാതൃകയാണ്. നബി പറഞ്ഞിരിക്കുന്നു, തന്റെ മാതാപിതാക്കളെക്കാളും സന്താന പരമ്പരയെക്കാളും എന്നെ പ്രിയം വെക്കുന്നവരെ നിങ്ങൾ മറ്റൊരാളും മുഅ്മിനാവുകയില്ല. അതായത് നബിയെ സ്നേഹിക്കൽ വെറും വാക്കുകളിൽ മാത്രം തെളിയിച്ചാൽ പോരാ, പ്രവൃത്തിയിലും അത് തെളിയിക്കണം. സത്യസന്ധത, നീതി, കരുണ, ക്ഷമ, വിനയം എന്നിവയാണ് നബി തന്റെ ഉമ്മത്തിൽ ഉണ്ടാകാൻ ആഗ്രഹിച്ചത്. ഖുർആനിൽ പറയുന്നുണ്ട്, വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ. നിങ്ങളെ ഞങ്ങൾ ലോകങ്ങൾക്ക് കരുണയായി മാത്രമല്ലേ അയച്ചിട്ടുള്ളൂ. നബി മനുഷ്യരോട് മാത്രമല്ല കരുണ കാണിച്ചിരിക്കുന്നത്, മൃഗങ്ങളോടും പക്ഷികളോടും പ്രകൃതിയോടും നബി കരുണ പുലർത്തിയിട്ടുണ്ട്. ഒരിക്കൽ സഹാബികൾ തന്റെ കുട്ടികളെ മറ്റു കുട്ടികൾക്കിടയിൽ വെച്ച് ചുംബിക്കുന്നത് കണ്ടപ്പോൾ നബി പറഞ്ഞു, മറ്റുള്ളവർക്ക് കരുണ കാണിക്കാത്തവർക്ക് അല്ലാഹു കരുണ കാണിക്കില്ല. അദ്ദേഹത്തിന്റെ കരുണയുടെ ഉദാഹരണങ്ങൾ അനവധിയാണ്. തന്റെ മേൽ തട്ടത്തിൽ കിടന്നുറങ്ങിയ പൂച്ചയെ ഉണർത്താതെ മറുഭാഗം മുറിച്ചു കൊണ്ട് പോവുകയെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുപോലെ നാം ചെയ്യണം. ഒരിക്കൽ ഒരു സ്ത്രീ ഒരു പൂച്ചയെ തടവിലിട്ട് കൊന്നതിന് നരകവാസിയായും മറുവശത്ത് ഒരു ദാഹിച്ച നായയ്ക്ക് വെള്ളം കൊടുത്തതിന് ഒരാൾക്ക് സ്വർഗം ലഭിച്ചു. ഇതിൽ നിന്നെല്ലാം കരുണയുടെ ഉദാഹരണങ്ങൾ അനവധിയാണ്. അതുപോലെ നബിയുടെ ജീവിതത്തിൽ പ്രതികാരത്തിനും വൈരത്തിനും സ്ഥാനം ഇല്ല എന്നും ക്ഷമയ്ക്കും കരുണയ്ക്കും മാത്രമായിരുന്നു സ്ഥാനം ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഉപദ്രവിച്ച ശത്രുക്കൾക്ക് പോലും നബി സ്നേഹവും കരുണയും കാണിച്ചിട്ടുണ്ട്. തന്നെ ഉപദ്രവിച്ച ശത്രുക്കളെ ഈ രണ്ട് മലകൾക്കിടയിൽ വെച്ച് നശിപ്പിക്കട്ടെ എന്ന് ചോദിച്ച ജിബ്രീൽ അലൈഹിസ്സലാമിനോട് പറഞ്ഞു, വേണ്ട ജിബ്രീലേ, അതിൽ നിന്ന് ആരെങ്കിലും ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ലതല്ലേ. അതുപോലെ പിഞ്ചു കുഞ്ഞുങ്ങളോട് പോലും നബി കരുണ പുലർത്തിയിട്ടുണ്ട്. പെരുന്നാൾ ദിവസം ഉടുക്കാൻ നല്ല വസ്ത്രവും കഴിക്കാൻ നല്ല ഭക്ഷണവും ഇല്ലാത്ത ബാലനെ തന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി പറഞ്ഞു, ഞാനാണ് നിന്റെ ഉപ്പയും ഉമ്മയും എന്ന് പറഞ്ഞ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യരോടും മൃഗങ്ങളോടും പക്ഷികളോടും പ്രകൃതിയോടും നബി കരുണ പുലർത്തിയിട്ടുണ്ട്. അതുപോലെ നാമും എല്ലാ ജീവികളോടും മനുഷ്യരോടും എല്ലാവരോടും കരുണ കാണിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കൊച്ചു പ്രസംഗം അവസാനിപ്പിക്കുകയാണ്. വാഹിദ് ദഹ്വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.